നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ കുളപ്പുള്ളി ആലിൻചുവടിന് സമീപമുള്ള ഗുരുവായൂരപ്പൻ നഗറിലെ 3 വീടുകളിൽ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുന്നതായി പരാതി. വീടുകളിലെ കിണറുകളിലെ വെള്ളം നിറമാറുന്നതായും ദുർഗന്ധം വമിക്കുന്നതായും വീട്ടുകാർ. ആരോഗ്യവകുപ്പ് സാമ്പിൾ ശേഖരിച്ചു. സമീപത്തെ ഓഡിറ്റോറിയത്തിലെ മാലിന്യ സംസ്കരണം അശാസ്ത്രീയമായതാണ് കിണറുകളിൽ മലിനജലം ഇറങ്ങാൻ കാരണമെന്ന് വീട്ടുകാർ. കുളപ്പുള്ളി ഗവൺമെന്റ് പ്രസിനെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിൽ സമർപ്പിക്കുമെന്ന് കേരള ഗവൺമെന്റ് പ്രസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു. പ്രസിനെ നവീകരിക്കാൻ സർക്കാരിൽ എല്ലാവിധ സമ്മർദ്ദവും ചെലുത്തുമെന്നും TH ഫിറോസ് ബാബു. കേരള ഗവൺമെന്റ് പ്രസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കുളപ്പുള്ളിയിൽ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 മെയ് 20, 21 തീയതികളിൽ ഒറ്റപ്പാലത്ത് 2 ദിവസങ്ങളിലായി നടക്കുന്ന ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ സംഗീത നൃത്തോത്സവത്തിന് മങ്കര കോതകുളങ്ങര ക്ഷേത്രത്തിൽ തിരി തെളിഞ്ഞു. ചുടുവാൽത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക ജനകീയ വായനശാലയുടെയും ജനപേരി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നൃത്ത പരിശീലന പരിപാടി ഷൊർണൂരിൽ. ഷൊർണൂർ ചുടുവാലത്തൂരിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീകളുടെ 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ പ്രതികളെ ഇതുവരെ പിടികൂടാനായില്ല. മോഷണം നടന്നിട്ട് ഇന്നേക്ക് 2 മാസം പിന്നിടുന്നു. CCTV ദൃശ്യങ്ങളിൽ 3 പേർ ഉൾപ്പെട്ടതായി സൂചന. SSLC പരീക്ഷയിൽ ഷൊർണൂർ ഉപജില്ലയിൽ ഇത്തവണ 2 വിദ്യാലയങ്ങൾക്ക് മാത്രം 100 മേനി. സർക്കാർ വിദ്യാലയമായ ഗണേഷ് ഗിരി ഹയർ സെക്കൻഡറി സ്കൂളിനും ഷൊർണൂർ SN ട്രസ്റ്റ് ഹൈസ്കൂളിനുമാണ് 100 മേനി കൈവരിക്കാനായത്. SSLC പരീക്ഷയിൽ തലയെടുപ്പോടെ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയമാധുര്യം നുണഞ്ഞു. ഇരട്ടകൾക്ക് ഇരട്ടി മധുരവുമായി മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ രുദ്ര മനോജും രൂമ മനോജും. മിന്നും മുരളിക്ക് മിന്നും ജയം. സമ്പൂർണ്ണ A+ഓടെ സിനിമാ താരം. ഒന്നിച്ചു വന്നു, ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു നേടിയ സന്തോഷത്തിലാണ് ഒറ്റപ്പാലം NSS ഗേൾസ് ഹൈസ്കൂളിലെ ഇരട്ടകൾ അയനയും ആർദ്രയും. ഇല്ലായ്മയെ അതിജീവിച്ച് SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മുനിറയ്ക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ആദരം. വാർത്തകൾ വിശദമായി. ഷൊർണൂർ കുളപ്പള്ളി ആലിൻചുവടിന് സമീപത്തുള്ള ഗുരുവായൂരപ്പൻ നഗറിലെ 3 വീടുകളിൽ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുന്നതായി പരാതി. വീടുകളിലെ കിണറുകളിലെ വെള്ളം നിറമാറുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നതായി വീട്ടുകാർ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വെള്ളം സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ സമീപത്തെ ഓഡിറ്റോറിയത്തിലെ മാലിന്യ സംസ്കരണം അശാസ്ത്രീയമായതാണ് കിണറുകളിൽ മലിനജലം ഇറങ്ങാൻ കാരണമെന്നാണ് വീട്ടുകാരുടെ പരാതി. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് നഗരസഭാ കൗൺസിലർ C സന്ധ്യ സ്ഥലത്തെത്തി ആരോഗ്യവകുപ്പിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചത്. പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമാണ് എന്താണ് ഇത്തരത്തിലുള്ള നിറമാറ്റത്തിന് കാരണമെന്ന് കണ്ടെത്താനാകൂ എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ സമീപത്തെ ഓഡിറ്റോറിയത്തിലെ മാലിന്യ സംസ്കരണം അശാസ്ത്രീയമായതാണ് ഇത്തരത്തിൽ സമീപത്തെ കിണറുകളിലേക്ക് മലിനജലം ഇറങ്ങാൻ കാരണമായെന്നാണ് വീട്ടുകാർ പറയുന്നത്. നിലവിൽ 3 വീടുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ വെള്ളത്തിന് നിറമാറ്റവും ദുർഗന്ധവും അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇത് സമീപത്തെ മറ്റു വീടുകളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുളപ്പുള്ളി ആലിൻചുവട് ഗുരുവായൂരപ്പൻ നഗർ നിവാസികൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നമാണ് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചുവെങ്കിലും അശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ ടാങ്കുകളെല്ലാം നിർമ്മിച്ച കാരണം അതിൽ നിന്ന് വൻതോതിൽ ലീക്കുകൾ ഉണ്ടാവുകയും സമീപ കിണറുകളിലേക്ക് ഭക്ഷണാവശിഷ്ടങ്ങളുടെ മാലിന്യവും എണ്ണ, ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന എണ്ണ തുടങ്ങിയ മാലിന്യങ്ങൾ കുടിവെള്ളത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി സംഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. ഇതിപ്പോൾ അതിരൂക്ഷമായിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലെ എല്ലാ കിണറുകളിലും ഈ മാലിന്യം എത്തിച്ചേർന്ന് വളരെ ദുഷ്കരമായ രീതിയിൽ, ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളത്തിന് അതിരൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പാലക്കാട് അധികാരിയെ സമീപിച്ചുവെങ്കിലും അവർ വന്ന് അന്വേഷണം നടത്തിയിട്ട് എന്താണ് നിർദ്ദേശം നൽകിയതെന്ന് പോലും പരാതിക്കാരെ അറിയിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചപ്പോൾ അവർ അപ്പോൾ തന്നെ വന്ന സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ കൗൺസിലർ C സന്ധ്യയുടെ നേതൃത്വത്തിലെത്തി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇതിന്
കോടതി മുഖേന പരിഹാരം കാണേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മഴക്കാലം കൂടി എത്തുന്നതിനാൽ രോഗങ്ങൾ പടരാനും ഇത് കാരണമാകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പരിശോധനാ റിപ്പോർട്ട് വന്നതിനു ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുക. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് വീട്ടുകാരുടെ ആവശ്യം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ചേരുംകുഴി CPIM പാർട്ടി ഓഫീസിലേക്ക് അജ്ഞാതൻ പെട്രോൾ ബോംബെറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കറണ്ട് പോയ സമയം നോക്കിയായിരുന്നു ആക്രമണം. ഓഫീസിന്റെ ഉള്ളിലേക്ക് കുപ്പിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് എറിയുകയായിരുന്നു. കാറൽ മാർക്സിന്റെ ചിത്രം ഭാഗികമായി കത്തി. തീയും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് തീയണച്ചത്. മണ്ണുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുളപ്പള്ളി ഗവൺമെന്റ് പ്രസിനെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിൽ സമർപ്പിക്കുമെന്ന് കേരള ഗവൺമെന്റ് പ്രസസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു പറഞ്ഞു. പ്രസിനെ നവീകരിക്കാൻ സർക്കാരിൽ എല്ലാവിധ സമ്മർദ്ദവും ചെലുത്തുമെന്നും TH ഫിറോസ് ബാബു STVയോട് പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളില്ലാത്തതിനാൽ ഗവൺമെൻറ് പ്രസ്സിൽ പല പ്രധാന വർക്കുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. തകർച്ചയുടെ വക്കിൽ നിന്നും പ്രസ്സിനെ കരകയറ്റണം. അത്തരത്തിൽ പ്രസ്സിനെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കാനാണ് തീരുമാനം. പ്രസ്സിനെ കൂടുതൽ നവീകരിക്കാൻ സർക്കാരിൽ എല്ലാവിധ സമ്മർദ്ദങ്ങളും ചെലുത്തുമെന്നും മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും യൂണിയൻ നിവേദനം സമർപ്പിക്കുമെന്നും കേരള ഗവൺമെന്റ് പ്രസസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു STVയോട് പറഞ്ഞു. ഇതിൻ്റെ പൂർണ്ണമായ രീതിയിലെ തകർച്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇവിടെ ഒരുപാട് പാഠപുസ്തകങ്ങളും മറ്റ് ഗവൺമെൻറ് അച്ചടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 10 വർഷക്കാലമായി ഇവിടെ പേപ്പറില്ലാതെ, അതുപോലെ തന്നെ മഷിയില്ലാതെ, മറ്റ് ആധുനിക സൗകര്യമില്ലാതെ പല വർക്കുകളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ ഒരുപാട് സ്വകാര്യ പ്രസ്സുകളെ സഹായിക്കുന്ന സമീപനമായിരുന്നു മുൻപ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ ഷൊർണൂർ ഗവൺമെൻറ് പ്രസ് ഉൾപ്പെടെയുള്ള ഈ പ്രസ്സിനെ കഴിഞ്ഞ സർക്കാർ മ്യൂസിയമാക്കാൻ തീരുമാനിച്ചു. അന്നൊക്കെ ശക്തമായ സമരം നടത്തിയ ഒരു സംഘടനയാണ് INTUC. അതുകൊണ്ട് ഇത്തവണ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഗവൺമെൻറ് പ്രസ്സിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന പദ്ധതികളാണ് യൂണിയൻ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രപ്പോസൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ ഈ ആഴ്ച തന്നെ ഞങ്ങൾ കൈമാറും. തീർച്ചയായും ഗവൺമെൻറ് പ്രസ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. പ്രസ്സിനെ മ്യൂസിയമാക്കാൻ കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും അതിനെ INTUCയാണ് ശക്തമായി പ്രതിഷേധിച്ചതെന്നും TH ഫിറോസ് ബാബു പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ചേരി KM ഓഡിറ്റോറിയത്തിൽ മെയ് 20, 21 തീയതികളിലായാണ് ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുക. 20 വൈകിട്ട് 6:30 സിനിമ, ടെലിവിഷൻ, നാടക നടൻ ഉണ്ണിരാജ് ഉദ്ഘാടനം ചെയ്യും. നിയുക്ത MLAമാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. 20 വൈകിട്ട് 7 ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന മാടൻ മോക്ഷം, 21 വൈകിട്ട് 7 ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കൊളത്തൂർ അവതരിപ്പിക്കുന്ന കുഹു എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും. 21 വൈകിട്ട് 6 റൂട്ട്സ് തിയേറ്റർ മ്യൂസിക് എൻസെമ്പിൾ ഒരുക്കുന്ന നാടൻ പാട്ടുകളുടെ അവതരണവും ഷൊർണൂർ ജനബേരി അവതരിപ്പിക്കുന്ന ലഘുനാടകവും ഭൂതക്കണ്ണാടി അരങ്ങേറും. നാടകോത്സവത്തിൻ്റെ ഭാഗമായി 18 മുതൽ 20 വരെ ഷൊർണൂർ ജനബേരിയിൽ വെച്ച് തിയേറ്റർ വർക്ക്ഷോപ്പും സംഘടിപ്പിക്കും. പ്രസിദ്ധ നാടക പ്രവർത്തകനായ ജോബ് മഠത്തിൽ, ശ്രീജ ആറങ്കോട്ടുകര, അരുൺലാൽ, അഭിമന്യു വിനയകുമാർ, വരുൺ മാധവൻ എന്നിവർ വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകും. അതിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള സിനിമാ നാടക പ്രവർത്തനായിട്ടുള്ള ഉണ്ണിരാജാണ് ഫെസ്റ്റിവല് ഉദ്ഘാടനം ചെയ്തത്. അതിൽ നമ്മുടെ നിയുക്ത MLAമാരായിട്ടുള്ള മമ്മിക്കുട്ടി, പ്രേംകുമാർ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള വിവിധ പ്രധാന വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഇതിനെ നമ്മളിതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതനുസരിച്ച് 3 തിയേറ്റർ പ്രൊഡക്ഷനുകളും ഒരു മ്യൂസിക് കൺസെപ്റ്റ്, തിയേറ്റർ മ്യൂസിക് കൺസെപ്റ്റുമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുക. പിന്നെ ഒരു 3 ദിവസത്തെ തിയേറ്റർ വർക്ക്ഷോപ്പ് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പുള്ള 3 ദിവസങ്ങളിലായി നടക്കും. അങ്ങനെ 18 മുതൽ 20 വരെ തിയേറ്റർ വർക്ക്ഷോപ്പ് ഷൊർണൂർ ജനബേരിയിൽ വെച്ചും 20, 21 തീയതികളിൽ ഫെസ്റ്റിവൽ KM ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫെസ്റ്റിവൽ സംഘാടക സമിതി കൺവീനർ KC ജിതിൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ, സംഘാടക സമിതി അംഗങ്ങളായ ER സ്റ്റാലിൻ, KP പ്രജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2 ദിവസങ്ങളായി നടക്കുന്ന ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ സംഗീത നൃത്തോത്സവത്തിന് മങ്കര കോതകുളങ്ങര ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു. ചേറ്റൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശബ്ദകലാ ക്ഷേത്ര സംഗീത വിദ്യാലയമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ രശ്മി ചേറ്റൂർ, പ്രീത വിജയൻ, ധന്യ സത്യജിത്ത് എന്നിവരുടെ പ്രാർത്ഥനയോടെയാണ് തുടക്കം. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു.
ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അധികം വയലിൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണനോട് പറഞ്ഞു, വിശ്വാസനോട് കീരവാണി രാഗത്തിലെ കലികയുണ്ട് എന്ന ത്യാഗരാജി കൃതം ഒന്ന് പ്രാക്ടീസ് ചെയ്യല്ലേ, അതായത് ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഉള്ളത്. വിശ്വം വളരെ സന്തോഷമായിട്ട് അത് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കച്ചേരിക്ക് പോയി. മധുരമണിയുടെ കച്ചേരിയായിരുന്നു. മധുരമണിയിൽ ടി എൻ കൃഷ്ണൻ പാലക്കാട് വഴിയായിരുന്നു. ആ ടീമായിരുന്നു. കച്ചേരി ഒരു 4-4.5 മണിക്കൂർ ഉണ്ട്. അതിലേക്ക് ഇരിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ മുമ്പേത്തെ 2 കച്ചേരിക്ക് നമ്മളിരിക്കണം. അത്ര തിരക്കാണ്. വലിയ പന്തലാണ്, വലിയ മൈതാനാണ്. അതിലെ മുല്ലപ്പൂ ധാരാളം വിളിച്ചിട്ട് പല ദിക്കിൽ നിന്ന് മാല കെട്ടിയിട്ടുണ്ടാവും. കുറേ ഫാൻ ഉണ്ടാവും. ആ ഫാനിൻ്റെ കാറ്റിൽ കൂടെ നമുക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവിച്ചില്ല. ആദ്യത്തെ കച്ചേരി 5 മണിക്ക് താഴെ. ശിവദാസ് ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശൈലജ രാധാകൃഷ്ണൻ, ഡോക്ടർ ലതാ വർമ്മ, പ്രൊഫസർ എസ് ടി ശശിധരൻ, പ്രൊഫസർ പി എസ് ലൈല, പ്രൊഫസർ കെ ശശികുമാർ, കെ പി രവിശങ്കർ, കല്ലേക്കുളങ്ങര ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചേറ്റൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചേറ്റൂർ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ചടങ്ങിൽ വിശിഷ്ട കലാകാരന്മാരെ ഉപഹാരം നൽകി ആദരിച്ചു. ചേറ്റൂർ രാധാകൃഷ്ണൻ സ്മാരക അവാർഡും കേശ അവാർഡും മണ്ടൂർ രാജകുമാരൻ ഉണ്ണിക്ക് സമ്മാനിച്ചു. കെ ജെ യേശുദാസ്, കെ എൽ ശ്രീരാം, കുഴൽമന്നം രാമകൃഷ്ണൻ എന്നിവരുടെ ശബ്ദ സന്ദേശം കേൾപ്പിച്ചു. മോഹൻ ചേറ്റൂർ സ്വാഗതവും മാലതി ചേറ്റൂർ നന്ദിയും പറഞ്ഞു. സംഗീത നൃത്തങ്ങളും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചുടുവാലത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം, ജനകീയ വായനശാലയും ജനബേരി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായി സൗജന്യ നൃത്ത പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചുടുവാലത്തൂർ ചക്കുന്നത്തെ രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം, ജനകീയ വായനശാലയും ജനബേരി സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായാണ് സൗജന്യ നൃത്ത പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മുദ്ര നൃത്തശില്പശാലയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രശാന്ത് മാസ്റ്റർ നിർവഹിച്ചു. വായനയിൽ താല്പര്യമുള്ള പ്രവർത്തകർ ഇവരുടെ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇവിടെ രശ്മി ടീച്ചറാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ കലകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം? ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉണ്ട്. അത്തരം ഒരു കൂട്ടായ്മ നാടിൻ്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഇവിടെ ഇഴുകിച്ചേർന്ന് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അവരുടെ കഴിവുകൾ, ഓരോരുത്തരുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന നഗരമാണ്. കെ എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി കെ വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കലാമണ്ഡലം ലക്ഷ്മി മാധുരി, വിദ്യാ ഉണ്ണികൃഷ്ണൻ, മുരളി മോഹൻ, അഭിമന്യു, വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ പി സുമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 2 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 85 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലാമണ്ഡലം ലക്ഷ്മി മാധുരിയാണ് പരിശീലക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SSLC പരീക്ഷയിൽ ഷൊർണൂർ ഉപജില്ലയിൽ ഇത്തവണ 2 വിദ്യാലയങ്ങൾക്ക് മാത്രം 100 മേനി. സർക്കാർ വിദ്യാലയമായ ഗണേഷ് ഗിരിയിലെ ഷൊർണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഷൊർണൂർ SN ട്രസ്റ്റ് ഹൈസ്കൂളിനുമാണ് 100 മേനി വിജയം കൈവരിക്കാനായത്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ 5 വിദ്യാലയങ്ങളിലാണ് SSLC പരീക്ഷ എഴുതിയത്. ഷൊർണൂർ ഉപജില്ലയിൽ 100 മേനി ലഭിക്കുന്ന ഏക സർക്കാർ വിദ്യാലയമാണ് ഷൊർണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ തലയെടുപ്പോടെ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയ്ക്ക് 100% വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിഞ്ഞു. A+ന്റെ കാര്യത്തിലും വൻ മുന്നേറ്റമാണ് നടത്തിയത്. 391 വിദ്യാർത്ഥികളിൽ 19 വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ A+ഉം 11ഓളം വിദ്യാർത്ഥികൾക്ക് 9 A+ഉം നേടാൻ കഴിഞ്ഞു. സ്കൂളിന്റെ മിന്നും വിജയത്തിൽ PTA-യും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഏറെ ആഹ്ലാദത്തിലാണ്. ഇരട്ടകൾക്ക് ഇത് ഇരട്ടി മധുരം. മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ രുദ്ര മനോജും രുമ മനോജും ഫുൾ A+ഓടെ വിജയം കൊയ്തത്. അമ്മയ്ക്കും അച്ഛനും സഹോദരനും കൊടുത്ത വാക്കു പാലിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഇരട്ടകളായ ഇരുവരും. രുദ്രയും രമയും ചെറുതിലേ മുതലേ പഠിത്തമില്ലാതെ പഠിക്കുമായിരുന്നു. എങ്കിലും 7ാം ക്ലാസ് മുതലാണ് നന്നായി പഠിക്കാൻ തുടങ്ങിയത്. 10ലെത്തിയപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു. അവർ തന്നെയാണ് പഠിക്കുന്നത്. ആരുടെയും ഹെൽപ്പൊന്നുമില്ല. എല്ലാ പരീക്ഷകൾക്കും നല്ല മാർക്കുണ്ടായിരുന്നു.
അപ്പം തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല മാർക്ക് കിട്ടും ഫൈനൽ പരീക്ഷയ്ക്കൊന്നും. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു നല്ല മാർക്ക് കിട്ടും, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന്. എങ്കിലും ഫുൾ A+ കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി. മിന്നൽ മുരളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ മിന്നൽ മുരളിയായ വസിഷ്ഠ് ചില്ലറക്കാരനല്ല. വാണിയംകുളം TRK ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ വസിഷ്ഠ് സമ്പൂർണ്ണ A+ഓടെയാണ് SSLC പരീക്ഷ പാസ്സായത്. സിനിമാ തിരക്കുകൾക്കിടയിലാണ് വസിഷ്ഠിന് ഈ നേട്ടം. റിസൾട്ട് വന്നപ്പോഴും ലൊക്കേഷനിൽ ആയിരുന്നു. സംസ്ഥാന യുവജനോത്സവത്തിൽ ചാക്യാർകൂത്തിൽ A ഗ്രേഡും സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ A ഗ്രേഡ്, IT മേഖലയിൽ സംസ്ഥാനതലം വരെ പങ്കാളിത്തം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ മിന്നൽ മുരളിയായ വസിഷ്ഠിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മെയ് 15 SSLC റിസൾട്ട് വന്നിട്ടുണ്ട്. എനിക്കും ഫുൾ A+ ഉണ്ട്. അപ്പൊ അതിന് നല്ല സന്തോഷം. ഞാനിപ്പോ ചെന്നൈയിലാണ്. സൂപ്പർ ഹീറോ എന്നുള്ളൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് അർജുൻ ദാസ് സാൻഡി മാസ്റ്ററോടൊപ്പം ഈ സിനിമയിൽ ഞാനുണ്ട്. അപ്പൊ ഇതിന്റെ ഷൂട്ടിങ്ങിനായിട്ട് ഞാൻ പരീക്ഷയ്ക്ക് മുമ്പും ശേഷമൊക്കെ ഇവിടെ ചെന്നൈയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാം, യൂണിറ്റ് എക്സാം ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല കുറച്ച് സംശയം ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഫുൾ A+ കിട്ടിയിട്ടുണ്ട് റിസൾട്ടിൽ. അതിൽ നല്ല സന്തോഷമായി. അപ്പോ എല്ലാവർക്കും ഇക്കൊല്ലം SSLC പരീക്ഷ എഴുതിയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഒന്നിച്ചു വന്നു, ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് നേടി. ഒറ്റപ്പാലം NSS ഗേൾസ് സ്കൂളിലെ ഇരട്ടകളായ അയനയും ആർദ്രയും ഫുൾ A+ഓടെ സമ്പൂർണ്ണ വിജയം നേടി. പഠനത്തിൽ മാത്രമല്ല നൃത്ത കലാകാരികൾ കൂടിയായ ഇവർക്ക് നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. സന്തോഷം, അഭിമാനം എല്ലാം എങ്കിലും പഠിച്ചുകൊണ്ട് അത്യാവശ്യം ഈസി ആയിട്ട് എഴുതാൻ പറ്റി. അതെ, അമ്മ വളരെയധികം സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് മുതൽ എല്ലാ നമുക്ക് കൂടുതൽ റിസോഴ്സസ് എത്തിച്ചു തരാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും. അമ്മ മാത്സ് ടീച്ചറും കൂടിയാണ്. അപ്പം മാത്സിലൊന്നും ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല, ഫുൾ ക്ലിയർ ആയിരുന്നു. സയൻസ് സ്ട്രീമാണ് എടുക്കുന്നത്. ഞാൻ മെഡിക്കൽ ഫീൽഡാണ് ഒന്നുകൂടി പ്രിഫർ ചെയ്യുന്നത്. അല്ല, ഞാൻ കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഇല്ലായ്മയെ അതിജീവിച്ച് SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥിക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ആദരം. മണ്ണൂർ കോട്ടക്കുന്നിലെ നിർധന കുടുംബത്തിൽപ്പെട്ട ബൾക്കിസിന്റെ മകൾ മുനീറയെയാണ് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് ഉപഹാരം നൽകി ആദരിച്ചത്. പതിരിപ്പാല GVHSലെ വിദ്യാർത്ഥിനിയാണ് മുനീറ. K അബ്ദുൾ റഹ്മാൻ, PS ഫൈസൽ, K അഷറഫ്, മുഹമ്മദ് ജിഷ, വിനയദാസ്, STV റിപ്പോർട്ടർ മൊയ്തീൻകുട്ടി എന്നിവരും ഉപഹാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ പത്തിരിപ്പാല ഹൈസ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി മുനീറ കൊട്ടക്കുന്ന് വാർഡിനും അതുപോലെ തന്നെ മണ്ണൂർ പഞ്ചായത്തിനും മാതൃകയായിരിക്കുകയാണ്. നമുക്കറിയാം, അവരുടെ ഭൗതിക സാഹചര്യങ്ങളിലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുള്ള സ്ഥലത്ത് നിന്ന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഉമ്മ അംഗനവാടി ടീച്ചറാണ്. അവർക്കുള്ളൊരു സമ്മാനമായിട്ടാണ് ഈ വിജയം നമുക്കെല്ലാവർക്കും മുനീറ നേടിത്തന്നിരിക്കുന്നത്. ഷൊർണൂർ ചുടുവാൽത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീകളുടെ 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാനായില്ല. മാർച്ച് 16 മോഷണം നടന്നിട്ട് ഇന്നേക്ക് 2 മാസം പിന്നിട്ടിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 3 പ്രതികളാണ് ഉള്ളത്. ചുടുവാലത്തൂർ കരുവാൻകുന്നത്തെ മാലതിയുടെ വീട്ടിൽ നിന്നും 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ സംഭവം നടന്നത് മാർച്ച് 16 പുലർച്ചെയായിരുന്നു. ബെഡ്റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന മാലതിയുടെയും മകളുടെയും കഴുത്തിൽ നിന്നാണ് അന്ന് 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ പൊട്ടിച്ചോടി രക്ഷപ്പെട്ടത്. മോഷണം നടന്നിട്ട് മെയ് 16 ഇന്നത്തേക്ക് 2 മാസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും കേസിലെ പ്രതികളെ പോലീസിന് കണ്ടെത്താനായില്ല. കേസന്വേഷണത്തിന്റെ ചുമതല ഷൊർണൂർ SI അശ്വിനാണ്. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും അന്ന് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. കൂടാതെ പ്രാഥമികമായ അന്വേഷണത്തിൽ സമീപത്തെ വീടുകളിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിരുന്നു. 3 പ്രതികൾ ഉണ്ടെന്ന് CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം നടന്നുവരുന്നത്. 2 പേർ മാല പൊട്ടിക്കാനും ഒരാൾ വഴിയിലുമായാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പ്രതികൾ വലയിലാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഓങ്ങല്ലൂർ സെന്ററിൽ നടന്ന പ്രവൃത്തികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. മാലിന്യമുക്തം നവകേരളം എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശനിയാഴ്ച മുതൽ തുടക്കമായി. ശുചീകരണ പ്രവൃത്തികളുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഓങ്ങല്ലൂർ സെന്ററിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിസരം വൃത്തിയാക്കി ഇന്ന് മുതൽ ഓങ്ങല്ലൂർ സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. നാളെ മുതൽ എല്ലാ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും
അതുപോലെ തന്നെ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തും. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലില്ലാത്ത ദിവസങ്ങളിൽ അവരുടെ ഒരു സേവനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓങ്ങല്ലൂർ ടൗണിൽ രാവിലെ 7 മണി മുതൽ തൊഴിലുറപ്പ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഹരിതകർമ്മസേന അംഗങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ശുചീകരണ പ്രവർത്തനം ഓങ്ങല്ലൂർ നടത്തിയത്. തുടർന്ന ദിവസങ്ങളിൽ വിവിധ വാർഡുകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായി. MP വിജയകുമാർ, സുബൈർ, സത്യജിത്ത്, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സെക്രട്ടറി അബ്ദുൽ ഹക്കീം, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിൽ 24 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ക്ലീൻ ഓങ്ങല്ലൂർ, സൗന്ദര്യവൽക്കരണങ്ങൾ, പൊതു ഇട ശുചീകരണം എന്നിവ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുത്തന്നൂർ പഞ്ചായത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ശൂൽപ്പറമ്പ് തെക്കുമുറി ഭാഗത്തേക്കുള്ള കുടിവെള്ള പദ്ധതി പുനർനിർമ്മിച്ചു. 100 കണക്കിന് ആളുകൾ ഈ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം മുൻകൈയെടുത്താണ് പദ്ധതി പുനർനിർമ്മിച്ചത്. കേരള ഗവൺമെന്റ് പ്രസസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവും ഗവൺമെന്റ് പ്രസിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി PV വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് പ്രസസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവും ശനിയാഴ്ച രാവിലെ കുളപ്പള്ളി ഗവൺമെന്റ് പ്രസ് ഹാളിൽ നടന്നു. പ്രസിന് മുന്നിൽ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി PV വൈശാഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപകാരമല്ല, ഉപദ്രവം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നിട്ടും ഈ INTUC എന്ന് പറയുന്ന നമ്മുടെ സംഘടനയിൽ ഉറച്ചു നിൽക്കുന്ന നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ആത്മാർത്ഥമായി നൽകാൻ ഈ അവസരം ഉപയോഗിച്ചു. ഒരു കാര്യം നേരത്തെ ഫിറോസ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഒരു കാര്യം ഉറപ്പു നൽകും, നിങ്ങളെ മറന്നുകൊണ്ട്, നിങ്ങളെ വിട്ടുകൊണ്ട് ഒരു തീരുമാനവും നമ്മുടെ പ്രസ്ഥാനം എടുക്കില്ല എന്നുള്ള ഉറപ്പ് ഫിറോസിനെ സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുക. അല്ലേ ഫിറോസ്? കാരണം നമ്മുടെ നിർണായക ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്ന ആളുകൾ ആരാണോ അവരാണ് ഏത് കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പിടിക്കാനുള്ള ആളുകളൊക്കെ പിടിക്കാം, സൊസൈറ്റി പിടിക്കാനുള്ള പ്രവർത്തികൾ നമുക്ക് ഇന്നോട്ട് തുടങ്ങാം. ഇന്ന് വാർഷിക യോഗത്തിൽ യാത്രയയപ്പ് നൽകിയവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി R സമേഷ് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ അനീഷ് കൃഷ്ണ, Y സന്തോഷ്, ഷാജി പോൾ, അബ്ദുൽ സലാം, S ബൈജു, K ദാസൻ, ജോസ് J ആലപ്പാട്ട്, ജോമി സ്റ്റീഫൻ, KC വിൽസൺ, മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രമേയാവതരണവും ചർച്ചയും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം വെള്ള റോഡിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവേനി സ്വാഗതം പറഞ്ഞു. ബാക്കിയുള്ള ആശാപ്രവർത്തകർ, മെമ്പർമാർ, ബാക്കി എല്ലാവർക്കും ഈ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഡെങ്കിപ്പനി വരാത്ത ഒരു പഞ്ചായത്തായിട്ട് ഈ വർഷം വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി ഏറ്റെടുപ്പ് നടപ്പിലാക്കാനായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി അധ്യക്ഷത വഹിച്ചു. KR ഷാജീവ്, സൈബുനീസ, ആയിഷ എന്നിവരും ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, സോഷ്യൽ വർക്കർമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടികൾക്ക് ശേഷം ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും പരിസരത്തെ വീടുകൾ സന്ദർശിച്ച് ഡെങ്കിപ്പനി ഉണ്ടാകുന്ന കൊതുകുകൾ ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. PP സുമോദ് MLA സല്യൂട്ട് സ്വീകരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മണികണ്ഠൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക BD ബിന്ദു, കോട്ടായി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസ്, സ്കൂൾ PTA പ്രസിഡന്റ് S സതീഷ്, CPO ചമ്പകം, SCPO സുമ, നന്ദകുമാർ, ജിബീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മരണാനന്തര കുടുംബസഹായ വിതരണം നടത്തി. ചടങ്ങിൽ വാണിയംകുളം പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്നേഹാദരവും സംഘടിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു ആൾ മരണപ്പെട്ട, വ്യാപാരി മരണപ്പെട്ട ആ കുടുംബം അനാഥമാവുകയാണ്. അനാഥമാവുന്നതിലൂടെ അവർക്കുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ജീവിക്കാൻ കൂടി
ബുദ്ധിമുട്ടാവുന്ന സാഹചര്യമാണ് വരുന്നത്. യാതൊരു തരത്തിലും വരുമാനമില്ലാതെ ഉള്ള അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ ഗവൺമെന്റ് ജോലിക്കാരോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലുള്ളവർക്കൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ PF അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. പക്ഷെ നമ്മുടെ വ്യാപാരികൾക്ക് അത്തരത്തിലുള്ള യാതൊരു. യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരിയായിരുന്ന മണികണ്ഠന്റെ കുടുംബത്തിനാണ് മരണാനന്തര കുടുംബസഹായം വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NM അബ്ദുൾ സലാം, A സംഗീത, M ലക്ഷ്മി, പഞ്ചായത്ത് അംഗം P ജയരാജൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി M പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് KK മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാടാനംകുറിശി മെഡ്സ്റ്റാർ ഹോസ്പിറ്റലിന്റെയും വാടാനംകുറിശി യുവശക്തി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യം മെയ് 17 ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരിക്കും ക്യാമ്പ് സംഘടിപ്പിക്കുക. ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ അജ്മൽ ക്യാമ്പിന് നേതൃത്വം നൽകും. മാറ്റുലി സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിലുള്ള മഹിളാ മോർച്ച പ്രവർത്തകർ KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് പ്രതിഷേധിച്ചു. മെയ് 15 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് VD സതീശൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ എത്താത്ത നിലയിൽ BJPയുടെ ഇന്നലത്തെ സമരമുറയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. KSRTCയിൽ സൗജന്യ യാത്ര വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ സംസ്ഥാനത്ത് മഹിളാ മോർച്ച നേതൃത്വത്തിൽ നടന്ന സൗജന്യ യാത്രാ സമരം ശുദ്ധ തമ്മാടിത്തരം എന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു മന്ത്രിസഭ അധികാരത്തിലേറിയ ശേഷമാണ് അവർ ആ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത്. അതിനുള്ള സാവകാശം മൂന്നാർക്ക് കൊടുക്കണം. 2014 മെയ് മാസം മുതൽ 2026 മെയ് മാസം വരെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, 50 രൂപയ്ക്ക് ഡീസൽ കിട്ടും, 60 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടുമെന്ന് പറഞ്ഞു. ഗ്യാസിന് സബ്സിഡി എടുത്തു കളഞ്ഞു. ഗ്യാസിന് 350 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമെന്ന് കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഈ മഹിളാ മോർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന കേന്ദ്ര BJP സർക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ട് മഹിളാ മോർച്ച അവർക്കെതിരെ സമരം ചെയ്യുന്നില്ല? അന്തസ്സുള്ള ഒരു പാർട്ടി ആണ് മഹിളാ മോർച്ചയെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് BJP 2014 തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ട് വരുക. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയല്ല, ഞാനൊരു CPM അനുഭാവിയാണ്. പക്ഷെ മഹിളാ മോർച്ച ഇന്നലെ നടത്തിയ സമരം ശുദ്ധ തമ്മാടിത്തരം, അത് അടിവരയിട്ട് പറയുന്നു. അല്ല, ആദ്യമായി കൊണ്ട് പറയാനുള്ളത്, ഒന്നാമത് ഒരു മന്ത്രിസഭ UDFന്റെ നേതാക്കന്മാരുടെ കോൺഗ്രസിന്റെ തമ്മിത്തല്ല് മൂലം ഒരു മന്ത്രിസഭ 15 ദിവസമായിട്ടും അല്ലെങ്കിൽ 11 ദിവസമായിട്ടും ഇനി അധികാരത്തിലേറ്റില്ല. അപ്പോൾ ഒരു മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ, അതിപ്പോൾ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് മാത്രമല്ല, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളും നടപ്പാക്കാൻ കഴിയില്ല എന്ന് തന്നെ അവർക്ക് UDFനോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ കഴിയാവുന്ന ഒരവസ്ഥയിൽ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ബഹുമാന്യനായ കോൺഗ്രസിന്റെ തന്നെ വലിയ മുതിർന്ന നേതാവ് മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി പറയുന്നു, നമ്മൾ ഇനി കേരളക്കര ഒന്നാകെ മുണ്ട് മുറുക്കി കൊടുത്ത് VD സതീശനോട് സമരസപ്പെടണം, അദ്ദേഹത്തോട് സഹകരിക്കണം, നമുക്ക് കൂടുതൽ വികസനങ്ങളൊന്നും പറഞ്ഞ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയും അതിന്റെ തൊട്ടടുത്ത് നിയുക്ത മുഖ്യമന്ത്രി ചിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കേരള ജനത കണ്ടതാണ്. ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു വസ്തുത എന്നിരിക്കെ അതിനെ ചൊല്ലിക്കൊണ്ട് BJPയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന സമരം ചെയ്യുമ്പോൾ അവർ ആ സർക്കാർ നിലയിൽ വന്നിട്ടുണ്ടോ എന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ BJPയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പോഷക സംഘടന സമരം ചെയ്യുമ്പോൾ ഇതേ ഇന്നലെ പെട്രോളിനും ഡീസലിനും CNGക്കും 3 രൂപ വീതവും CNGക്ക് 2 രൂപ വീതവും കേന്ദ്ര സർക്കാർ പെട്രോളും ഡീസലും വില വർദ്ധിപ്പിച്ച് ഗ്യാസിന് ഉൾപ്പെടെ 900 രൂപ കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സർക്കാർ ഒരു സമരാഭാസവുമായി ഇറങ്ങുമ്പോൾ ആദ്യം സ്വന്തം സർക്കാർ എന്തും ചെയ്യുന്നു, എന്നിട്ട് അടുത്ത സർക്കാർ, വരാത്ത സർക്കാർ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞ ശേഷം സമരം ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തത്വത്തിൽ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പോകുന്നില്ല, BJP ചെയ്യുന്ന സമരങ്ങൾ ഒരു അധികാരത്തിലേറിയ ഒരു സർക്കാരിനെതിരെ ആയിരുന്നു ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഷൊർണൂർ കുളപ്പുള്ളി ആലിൻചൂടിന് സമീപമുള്ള ഗുരുവായൂരപ്പൻ നഗറിലെ 3 വീടുകളിൽ കുടിവെള്ള സ്രോതസ് മലിനപ്പെടുന്നതായി പരാതി. വീടുകളിലെ കിണറുകളിലെ വെള്ളം നിറമാറുന്നതായും ദുർഗന്ധം വമിക്കുന്നതായും വീട്ടുകാർ. ആരോഗ്യവകുപ്പ് സാമ്പിൾ ശേഖരിച്ചു. സമീപത്തെ ഓഡിറ്റോറിയത്തിലെ മാലിന്യ സംസ്കരണം അശാസ്ത്രീയമായതാണ് കിണറുകളിൽ മലിനജലം ഇറങ്ങാൻ കാരണമെന്ന് വീട്ടുകാർ. കുളപ്പുള്ളി ഗവൺമെന്റ് പ്രസിനെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിൽ സമർപ്പിക്കുമെന്ന് കേരള ഗവൺമെന്റ് പ്രസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു. പ്രസിനെ നവീകരിക്കാൻ സർക്കാരിൽ എല്ലാവിധ സമ്മർദ്ദവും ചെലുത്തുമെന്നും TH ഫിറോസ് ബാബു. കേരള ഗവൺമെന്റ് പ്രസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഷൊർണൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കുളപ്പുള്ളിയിൽ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 മെയ് 20-21 തീയതികളിൽ ഒറ്റപ്പാലത്ത് 2 ദിവസങ്ങളായി നടക്കുന്ന ചേറ്റൂർ രാധാകൃഷ്ണൻ മെമ്മോറിയൽ സംഗീത നൃത്തോത്സവത്തിന് മങ്കര കോതകുളങ്ങര ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു. ചുടുവാൽത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക ജനകീയ വായനശാലയുടെയും ജനപേരി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നൃത്ത പരിശീലന പരിപാടി ഷൊർണൂരിൽ. ഷൊർണൂർ ചുടുവാലത്തൂരിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീകളുടെ 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയ കേസിൽ പ്രതികളെ ഇതുവരെ പിടികൂടാനായില്ല. മോഷണം നടന്നിട്ട് ഇന്നേക്ക് 2 മാസം പിന്നിടുന്നു. CCTV ദൃശ്യങ്ങളിൽ 3 പേർ ഉൾപ്പെട്ടതായി സൂചന. SSLC പരീക്ഷയിൽ ഷൊർണൂർ ഉപജില്ലയിൽ ഇത്തവണ 2 വിദ്യാലയങ്ങൾക്ക് മാത്രം 100 മേനി. സർക്കാർ വിദ്യാലയമായ ഗണേഷ് ഗിരി ഹയർ സെക്കൻഡറി സ്കൂളിനും ഷൊർണൂർ SN ട്രസ്റ്റ് ഹൈസ്കൂളിനുമാണ് 100 മേനി കൈവരിക്കാനായത്. SSLC പരീക്ഷയിൽ തലയെടുപ്പോടെ കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയമാധുര്യം നുണഞ്ഞു. ഇരട്ടകൾക്ക് ഇരട്ടി മധുരവുമായി മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ രുദ്ര മനോജും രൂമ മനോജും. മിന്നും മുരളിക്ക് മിന്നും ജയം. സമ്പൂർണ്ണ A+ഓടെ സിനിമാ താരം. ഒന്നിച്ചു വന്നു, ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു നേടിയ സന്തോഷത്തിലാണ് ഒറ്റപ്പാലം NSS ഗേൾസ് ഹൈസ്കൂളിലെ ഇരട്ടകൾ അയനയും ആർദ്രയും. ഇല്ലായ്മയെ അതിജീവിച്ച് SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മുനിറയ്ക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ആദരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.